ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോപ്പ് ടോപ്പാണ്. ഷർട്ട് കോളർ മോഡലിലുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുർത്തിയായിട്ടും ചെയ്തെടുക്കാം ഈ ഒരു നെക്കിൻ്റെ മോഡൽ. ഇപ്പം നമ്മളൊരു ക്രോപ്പ് ടോപ്പിലാണ് കാണിക്കുന്നത്, സ്ലീവ്ലെസ് മോഡൽ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട മെറ്റീരിയൽ എല്ലാം നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുക കേട്ടോ. അയണിങ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ടെന്നാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങും നല്ല രീതിയിൽ വരുവേ. ഈ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഇത്രയും മെഷർമെൻറ്റ്സ് ആട്ടോ. ഷോൾഡേഴ്സ്, അതായത് ഷോൾഡറിൻ്റെ വിഡ്ത്ത് നമ്മുടെ ഈ കേസിൽ 16.5 ആണ് വന്നിരിക്കുന്നത്. പിന്നെ വേണ്ടത് ആം ഹോൾ റൗണ്ടാണ്. ആം ഹോൾ ചുറ്റിയെടുക്കുന്ന റിഗാളിൻ്റെ മെഷർമെൻറ്റ് 16 ഇഞ്ചസ് വരുന്നുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് 34 ഇഞ്ചസ് ആണ് ഈ ഒരു കേസിലുള്ളത്. വേസ്റ്റിൻ്റെ ലെങ്ത് നമ്മൾ എടുക്കേണ്ടത് ഷോൾഡേഴ്സിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് വേസ്റ്റ് വരെയുള്ള ലെങ്ത്, ഏറ്റവും ഒതുങ്ങിയ ഭാഗത്ത് വരെയുള്ള മെഷർമെൻറ്റ്സ്. ഒരു മെഷർമെൻ്റ് എടുക്കുന്ന വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാമേ. പിന്നെ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 27ഉം വേസ്റ്റിൻ്റെ ലെങ്ത് വരുന്നത് 13 ഇഞ്ചസുമാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഹിപ്പിൻ്റെ റൗണ്ടാണ്. ഹിപ്പിൻ്റെ റൗണ്ട് 38ഉം ഹിപ്പിൻ്റെ ലെങ്ത്, അതായത് ഷോൾഡേഴ്സിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഹിപ്പ് വരെ, ഹിപ്പിൻ്റെ പൊസിഷൻ എവിടെയാണോ ഉള്ളത് അവിടെ വരെയുള്ള ലെങ്ത് 20 ഇഞ്ചസും ആണുള്ളത്. ഇത്രയും മെഷർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ടോപ്പിൻ്റെ ലെങ്ത് നമുക്ക് വേണ്ടത് 19 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടി 21 ഇഞ്ചസിൽ നമുക്കിവിടെ ഒരു മാർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ ഷോൾഡറിൻ്റെ ഹാഫ് ആയിട്ടെടുത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ 34 ഇഞ്ചസ് ആണ് വരുന്നത്. അതിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.8 ആണ് കിട്ടുന്നത്. 2.8 ആണ് കിട്ടുന്നത് കേട്ടോ. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. നെക്കിൻ്റെ ഇറക്കം, അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഈ കിട്ടിയ മെഷർമെൻ്റ് ഇല്ലേ, അതായത് ചെസ്റ്റിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ മെഷർമെൻറ്റിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ചും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3.5 ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത്. നമ്മൾ ചേർത്ത് മാർക്ക് ചെയ്യുന്നു. ബാക്ക് നെക്ക് ആണെങ്കിൽ ഒരു 1 ഇഞ്ചാണ് നമ്മൾ ഡീപ്പ് എടുക്കേണ്ടത് ഇവിടുന്ന്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്യാം. ഇതൊരു ക്ലോസ്ഡ് നെക്ക് ആയതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ എൻഡ്സ് നമ്മളൊന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ചസ് ഇവിടുന്ന് ഇറക്കി മാർക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് എടുക്കേണ്ടത് ആം ഹോളിൻ്റെ ഇറക്കമാണ്. അത് ചെയ്യാനായിട്ട് നമുക്ക് ചെസ്റ്റിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുക. 1 തുടങ്ങി 1.25 ഇഞ്ച് വരെ കൂട്ടുക കേട്ടോ. ഇവിടെ ഞാൻ 6.9 ആണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മിഡിലായിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കത്തിൻ്റെ മിഡിലിൽ ജസ്റ്റ് ടേപ്പ് നമ്മളൊന്ന് മടക്കിയിട്ടതിന് ശേഷം ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. ഇനി ഷോൾഡർ നമുക്ക് എത്രയാണോ എടുത്തിരിക്കുന്നത്, ഇപ്പോൾ 8 അല്ലേ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു മിഡിൽ ലൈനിൽ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. 7.5 മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും 7.5 മാർക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ക്രോസ് മാർക്കായിട്ട് ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. കിട്ടിയ മാർക്കിങ്സ് എല്ലാം കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് വയ്ക്കാം.
ഇനി അടുത്തത് ചെസ്റ്റാണ്. ചെസ്റ്റിൻ്റെ വീതിയാണ് നമുക്ക് എടുക്കേണ്ടത്. ചെസ്റ്റിൻ്റെ വീതി നമ്മൾ 34 ഇഞ്ചസ് ആണ് നമ്മുടെ ചെസ്റ്റ് വന്നിരിക്കുന്നത്, ചെസ്റ്റ് മെഷർമെൻറ്റ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ഒരു 2 ഇഞ്ചസ് ലൂസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. എത്രത്തോളം ക്രോപ്പ് ടോപ്പ് ആയാലും എത്ര ലൂസ് വേണമെന്ന് നമുക്ക് കസ്റ്റമറിനോട് ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാം കേട്ടോ. നോർമലി ഒരു 2 to 4 ഇഞ്ചസ് വരെ നമുക്ക് ലൂസ് എടുക്കാം. അപ്പോൾ 34ൻ്റെ കൂടെ 2 ഇഞ്ചസ് ലൂസ് എടുക്കുമ്പോൾ 36 ആണ് കിട്ടുന്നത്. ആ കിട്ടിയ മെഷർമെൻറ്റിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ കിട്ടിയത് 9 ഇഞ്ചസ് ആണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ ലെങ്ത്തും വേസ്റ്റിൻ്റെ റൗണ്ടും ആണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ ഷോൾഡർ എവിടെയാണോ ഉള്ളത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് വേണം നമുക്ക് ബാക്കി മെഷർമെൻറ്റ്സ് എടുത്തു പോകാൻ. ഇവിടെ നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. അപ്പോൾ 13.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 1/2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് വേണമല്ലോ. പിന്നെ ഹിപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 20യിലാണ് ഹിപ്പ് ലൈൻ വരുന്നത്. അപ്പോൾ അവിടെ വേണ്ടത് 38 ഇഞ്ചസ് ആണ്. വേസ്റ്റ് നമുക്ക് 27 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് ഞാൻ ലൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 7.25 ആണ് ഇവിടെ വേസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഹിപ്പ് നമുക്ക് 38 ആണ് കിട്ടിയിട്ടുള്ളത്. അത് ലൂസ് വേണമെന്നാണെങ്കിൽ 1 ഇഞ്ച് വരെ നമുക്ക് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 0.5 ഇഞ്ചസ് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 38.5 കിട്ടും. അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.6. ഇനി ഈ പോയിൻറ്റ്സ് തമ്മിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ഇതുപോലെ തന്നെ ഈ ഒരു മിഡ് പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു 3/4 ഇഞ്ചിലൊരു മാർക്ക്, ഈ ക്രോസ് മാർക്ക് ഒരു 3/4 ഇഞ്ചിൽ ചെയ്തതിന് ശേഷം ഈ 2 ലൈൻസും കൂടി ചേർത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് വരുന്നത്. താഴെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഞാനൊന്നും കൂടി പറയാം. ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് നെക്ക് ഒരുമിച്ച് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇത് നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത്, ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചസ് കൂട്ടിയിട്ട് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ഇനി വേണ്ടത് ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് ആണ്. ഷോൾഡർ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഷോൾഡറിൻ്റെ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഹാഫ്. ഇപ്പോൾ 16 ഇഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ. പിന്നെ നെക്കിൻ്റെ ലെങ്ത്തും വിത്തുമാണ്. നമ്മുടെ നെക്കിൻ്റെ വിത്ത് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത്, ഈ ഒരു കേസിൽ 34 ഇഞ്ചസ് ആണ് ചെസ്റ്റ് വരുന്നത്. അതിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.8 കിട്ടും. അതാണ് നമ്മുടെ ഇവിടുത്തെ വിത്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന 2.8ൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 3.6, അതാണ് നമ്മുടെ വിത്ത് വരുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ടത് കർവ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് കിട്ടി. ബാക്ക് നെക്ക് ആണെങ്കിൽ അവിടെ നിന്ന് ഒരു ഇഞ്ച് താത്തിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഷോൾഡറിൻ്റെ സ്ലോപ്പാണ്. നോർമലി നമ്മൾ ഒരു 1.25 തുടങ്ങി 1.5 വരെ നമുക്ക് ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കാവുന്നതാണ് ഈ ഒരു കേസിൽ. എന്താണെന്ന് വെച്ചാൽ ഇത് ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള കോളറാണല്ലോ. അത് കാരണം തന്നെ ഷോൾഡർ സ്ലോപ്പ് 1.5 ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഫിറ്റിംഗ് ബെറ്റർ ആയിട്ട് വരും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഈ ആം ഹോളിൻ്റെ ഇറക്കമാണ്. അത് എടുക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ 1 തുടങ്ങി 1.5 വരെ നമുക്ക് കൂട്ടിയെടുക്കാം. ഇവിടുത്തെ എത്രത്തോളം ലൂസ് വേണ്ടതെന്ന് വെച്ചിട്ട് അതനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെസ്റ്റ് വരുന്നത് 34 ഇഞ്ചസ് ആണ്. അതിനെ നമ്മൾ 6 വെച്ച് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് കൂട്ടാം. അപ്പോൾ 6.6 കിട്ടും. ഓക്കെ. 6.6 ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു നെക്ക് ലൈൻ വരുന്നതിൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു മാർക്ക് കൊടുക്കാം. ഷോൾഡേഴ്സ് എത്രയാണോ നമ്മൾ എടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു 8 ഇഞ്ച് ആണെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടി കുറച്ചിട്ട് നമുക്ക് ഇവിടെയും
ഈ ഒരു മിഡിൽ പോർഷനിൽ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ആം ഹോളിൻ്റെ എൻഡിലും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു 1 ഇഞ്ച് ക്രോസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ മാർക്ക് ചെയ്യുവാണ്, കേർവ് ചെയ്തെടുക്കുവാണ്. ഫ്രണ്ട് നെക്കിനാണെങ്കിൽ ഈ മാർക്ക് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് അരയിഞ്ചും കൂടി അകത്തേക്ക് ചേർത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ആൻഡ് ബാക്ക് നെക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 പീസസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കിൻ്റെയും 2 പീസസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ബാക്കിൻ്റെ ഇപ്പോൾ ഞാൻ 1 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് വെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും അതുപോലെ തന്നെ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് കുഴിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2 പീസസ് നമുക്ക് റെഡിയാണ്. ഫ്രണ്ടിൻ്റെ വശത്ത് നമുക്ക് ഇവിടെ കുഴിക്കാനുണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്തേക്കാം. നമ്മൾ ഈ സ്ലീവ്ലെസ് മോഡലാണ് ചെയ്യുന്നത്. നമുക്കിത് വേണമെന്നാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാവേ. ഇനി അടുത്തത് നമുക്ക് നെക്കാണ് നോക്കേണ്ടത് കേട്ടോ. നെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഒരു ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാനാണെങ്കിൽ ഒരു 7.5 വരെയൊക്കെ ഇറക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇതിങ്ങനെ മനസ്സിലായില്ലേ, ഇങ്ങനെ കോളർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നൊരു പാറ്റേൺ ആണ്. 1/2 ഇഞ്ചസ് വരെയൊക്കെ ഇറക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്യണ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് എത്രയാണ് ഈ ഒരു ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് എത്രയാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 4.25 വരുന്നുണ്ട്. 4.25 അതിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1.5 വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 1.5 ആണ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരാനുള്ളത്. ഇവിടെ ഞാനൊരു നെക്കിൻ്റെ ഇറക്കം ഒരു 7.5 ഇറക്കിയിട്ടുണ്ട്. ഈ ഓപ്പൺ വരുന്ന വശം ഇവിടെ ഒരു 1.5 ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒരു ഫ്യൂസിങ് പേപ്പർ എടുക്കാം, അതിനെ 2 ഫോൾഡ് ചെയ്യാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5.5 ഇഞ്ച് വിട്ടും ഒരു 8 ഇഞ്ച് മതിയാവും. ഒരു 8 ഇഞ്ച് ഇറക്കവുമുള്ള 5.5 × 8 ആ ഒരു സൈസിലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ളൊരു പീസാണ് ഞാൻ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ താഴെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. കുറച്ച് എക്സ്ട്രാ ഉള്ളത് കിടന്നോട്ടെ, കുഴപ്പമില്ല. ഒരു 9 ഇഞ്ച് വരെയൊക്കെ നീളം എടുക്കുക കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്തിടുക. അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൽ എത്രത്തോളമാണോ നെക്കിൻ്റെ ഇറക്കം വേണ്ടത് അതും ഇവിടെ ഒരു മാർക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു സ്ലാൻഡ് വരുന്ന വശവും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് വീതി, അതായത് ഷോൾഡർ എൻസിൽ നിന്ന് ഒരു 2 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നെക്കിൻ്റെ ഇറക്കം നമ്മളിപ്പോൾ ഒരു 7.5 എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു 8-8.5 അതും നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെയും ഒരു 2 തുടങ്ങി 2.5 വരെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എത്രയാണ് ഇറക്കം വേണ്ടത് അങ്ങോട്ടും ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇതനുസരിച്ച് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്ക് എത്രത്തോളമാണോ ഡീപ്പ് വേണ്ടത് അത് അവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഷോൾഡേഴ്സിൻ്റെ സ്ലാൻഡിങ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ഒരു മാർക്ക് കൊടുക്കാം. ഇവിടെ നമ്മുടെ നെക്കിൻ്റെയും ഇതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് താത്തിയിട്ട് അവിടെയും ഒരു 2 ഇഞ്ച് കൊടുത്തിട്ടൊരു മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഇതെല്ലാം ജോയിൻ ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് ഓപ്പൺ ഇത് വരാനുള്ളതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് സെക്കൻഡ് ടൈം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ചെയ്തു വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, പക്ഷെ ചെയ്തു വന്നാൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു നെക്ക് തന്നെ നമുക്ക്
നമ്മുടെ കുർത്തീസിലൊക്കെ ആണെങ്കിലും വെച്ച് കൊടുക്കാം, കോഡ് സെറ്റ്സിൽ ഇപ്പോൾ ചെയ്ത് കൊടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിന് മാച്ച് ചെയ്യുന്ന വേറൊരു പീസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പീസിൽ അയൺ ചെയ്തിട്ട് ഇത് ഫ്രണ്ടിലേക്ക് മറിച്ചിടാന്നാണ്. ഇതിപ്പോൾ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം പീസ് തന്നെ ചെയ്യാം. ഇപ്പോൾ കുർത്തീസൊക്കെ കോഡ് സെറ്റ്സ് ഒക്കെ ആണെങ്കിൽ ടോപ്പ് ഒരു പ്രിന്റും ബോട്ടം ഒരു പ്രിൻ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടം പ്രിന്റ് വെച്ചിട്ട് ഈ ഒരു പീസ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് മറിച്ചിടാം. അങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊന്ന് അയൺ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഞാനപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു പീസ് ഇതുപോലെ തന്നെ അയൺ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഒരു 1/2 ഇഞ്ച് സീം എലവൻസ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്പ്രേ കാണില്ല. അപ്പോൾ നമ്മൾ നെക്ക് സ്പ്രേ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മറിച്ചിടുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പീസ് സ്പ്രേയിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നി, അത് കാരണം ഒരു ലെയറും കൂടി നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കവറായി വന്നോളും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നെക്ക് കവർ ചെയ്യാനായിട്ട് ഉള്ള ക്രോസ് പീസ് ഒരു 1.25 ഇഞ്ച് വീതിയിൽ നമ്മുടെ 2 നെക്കും കവർ ചെയ്ത് കൊടുക്കാനുള്ള ക്രോസ് പീസസും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഒരു നെക്ക് മറിഞ്ഞു വരുന്ന പോർഷൻ, അതൊന്ന് ഫിനിഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാമേ. 2 പോർഷൻ ഉണ്ട്, അപ്പോൾ രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് ഒന്ന് അറ്റാച്ച് ചെയ്യുവാണ്. എക്സ്ട്രാ ഉള്ള പീസസ് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. സെൻറ്റർ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറിഞ്ഞു വരേണ്ടത് ഒരു 1.5 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു 1.5 ഇഞ്ച് നമ്മുടെ ഈ ഒരു പോർഷനിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇവിടം വരെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പോർഷനാണ് 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താനുള്ളത്. 1.5 ഇഞ്ച് വരെ നമ്മളിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, 1/4 ഇഞ്ച് ഇട്ട് വെച്ച് ഞാൻ ഈ ഒരു ബ്ലൂ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, ഈ ഒരു പോർഷനാണ് കേട്ടോ നമുക്ക് തയ്ച്ചെടുക്കാനുള്ളത്. അത് എവിടെയാണ് തയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ നല്ല വശം, ഫ്രണ്ടിൻ്റെ നല്ല വശം. ഇത് നമ്മുടെ അടിച്ച് അകത്തേക്ക് മറിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് നല്ല വശം. നല്ല വശം ഫേസിങ് നല്ല വശം, അങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ പിൻസ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കണേ. ഷോൾഡേഴ്സ് തമ്മിൽ നമ്മളൊന്ന് കറക്റ്റായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ. ഇവിടെ ഒരു കട്ട് ഇടേണ്ടതുണ്ട്, നമുക്ക് ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇടാം. ഈ ഒരു പോർഷനിൽ നിന്നാണ്, ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് കേട്ടോ. ഒരു പ്രഷർ ഫുട്ടിൻ്റെ ഈ ഒരു വീതി, ആ ഒരു വീതി എടുത്താൽ മതിയാവും. കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഈ ഒരു വീതിക്ക് മതിയാവും കേട്ടോ.
ലോക്ക് ചെയ്ത് നിർത്താം. ശേഷം നമുക്ക് ഈ ഒരു നെക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തോളാം. കറക്റ്റ് ആ ഒരു പോയിന്റ് വരെ കട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷം നമുക്കിതിപ്പോൾ മറിക്കണം എന്നാണെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ, ഇത് കണ്ടോ, ഈ ഒരു പോയിന്റ് വരെ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കെട്ടിട്ട് തയ്ച്ച് തുടങ്ങിയല്ലോ, ആ പോയിന്റ് വരെ നമുക്ക് ക്ലിപ്പ് ചെയ്യണം, കട്ട് ചെയ്യണം. എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് മറിഞ്ഞു കിട്ടുള്ളൂ കേട്ടോ. എക്സ്ട്രാസ് ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ നിന്നാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം. എന്തെങ്കിലും ഒരു ഷാർപ്പ് എഡ്ജുള്ള സംഭവം വെച്ചിട്ട് ഒന്ന് കുത്തി ലെവൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ക്ലിപ്പ് ചെയ്യേണ്ടടുത്തൊക്കെ ക്ലിപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. എന്നിട്ടൊന്ന് അയൺ ചെയ്തിട്ട് വരാമേ. അയൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പീസ് ഈ ഒരു ഇതിലാണുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം, അതിൻ്റെ കൂടെ കോളർ വെക്കണം. കണ്ടില്ലേ, നമ്മളിതിപ്പോൾ മറിച്ച് വരുമ്പോൾ ഇങ്ങനെ കിട്ടുവേ. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോക്കാം, ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പോർഷൻ, ഇതിപ്പോൾ ഇങ്ങനെ തുറന്ന് കിടക്കുവാണല്ലോ, ഇവിടം വരെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു. അത് കറക്റ്റ് ലൈനിങ് വെച്ചിട്ട് ഇവിടെ നിന്നൊന്ന് അടിച്ച് റെഡിയാക്കി എടുക്കാവേ. എക്സ്ട്രാസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട് ആൻഡ് നെക്ക്, ഫ്രണ്ടും ബാക്കിൻ്റെയും ഷോൾഡേഴ്സ് നമുക്ക് ഈ എൻഡ്സിൽ നിന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഈ ഒരു സ്ലീവ് വരുന്ന പോർഷനിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക. രണ്ട് സ്റ്റിച്ചിട്ട് തന്നെ സെക്യൂർ ചെയ്യുക. 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ അടിക്കേണ്ടത്. 2 സ്റ്റിച്ച് അങ്ങോട്ടും ഇട്ടേക്കും കേട്ടോ. സെക്യൂർഡായിട്ട് ഇരുന്നോളൂ. നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഇപ്പം നമുക്ക് ലോക്ക് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഷോൾഡേഴ്സ് രണ്ടും ലോക്ക് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഷോൾഡർ ലോക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പറ്റുമെങ്കിൽ ഇട്ടാൽ കുറച്ചുകൂടി ഫിനിഷിങ് ആവും. ഇനി ആം ഹോള് കുഴിച്ചു വെട്ടേണ്ട സ്റ്റേജാണിത്. ഈ സമയത്ത് ആം ഹോള് കുഴിച്ചു വെട്ടേണ്ടവർക്ക് കുഴിച്ചു വെട്ടി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് 2 പീസ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് ഫിനിഷ് ചെയ്തെടുക്കാം. എടുക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് അത്ര തന്നെ എത്തുമോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് തുടങ്ങാം കേട്ടോ. അല്ലെന്നാണെങ്കിൽ അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. ജസ്റ്റ് 2ആയിട്ട് മടക്കി വെച്ചതിന് ശേഷം
ഞാനിപ്പോൾ ഈ രണ്ട് പോർഷനിലും ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ലോക്ക് ചെയ്തതിന് ശേഷം അയൺ ചെയ്തതിന് ശേഷം ഇതൊരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ ഞാൻ ലോക്ക് ചെയ്ത് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവേ. നമുക്ക് ലോക്ക് മെഷീൻ ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഇല്ലെന്നാണെങ്കിൽ നമുക്ക് ഇത് കവർ ആവുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു എളുപ്പത്തിന് ചെയ്തതാണ്. ജസ്റ്റ് ഇതിങ്ങനെ ഇവിടെ നിന്ന് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മടക്കി വെച്ച് കവർ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് ഇനി ഇതിന്റെ സൈഡ്സും ബോട്ടം എൻഡും കൂടെ ഫിനിഷ് ചെയ്തതിന് ശേഷം കോളർ അറ്റാച്ച് ചെയ്യാം. ഒന്നര ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ചിന്റെ സീമിന്റെ അലവൻസസ് ഇട്ടിരുന്നത്. ആ ഒരു 1.5 ഇഞ്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഫിനിഷ് ചെയ്ത് തീർക്കാം. എവിടെയാണോ നമുക്ക് സ്ലിറ്റ്, ഇവിടെ നമ്മളൊരു താഴെ ഒരു ചെറിയ കട്ട് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു വശം വരെ നമുക്ക് അടിച്ചു നിർത്താം. ഈ മെഷർമെന്റ്സ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കട്ട് ഇടണം എന്നാണെങ്കിൽ ചെറിയൊരു കട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ കുർത്തിക്കൊക്കെ ഇടുന്ന പോലത്തെ ഒരു ചെറിയ കട്ടാണ്. താഴെ വശം ഇതുപോലെ മടക്കിയടിക്കാം കേട്ടോ. നമ്മൾ നമ്മുടെ ബോഡി മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ഫിനിഷ് ചെയ്തു, ചെറിയ സ്ലിറ്റ് ഇട്ടു, പിന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊസിഷൻ ഇളകി പോവാതിരിക്കാൻ എവിടെയൊക്കെയാണ് വേണ്ടത് ഇങ്ങനെ ലൂസ് ഹെമ്മായിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം നമുക്ക്.
ഈ ബാക്കിൽ കുറച്ച് ഷേപ്പ് വേണമെന്നാണെങ്കിൽ ഈ ഒരു ഇപ്പം തന്നെ നമുക്കൊരു ചെറിയ ടക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ടക്ക് ഞങ്ങളിവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ സെൻറ്റർ പോർഷൻ എടുക്കുന്നു. അവിടെ നിന്ന് ഒരു 9, കുട്ടികളൊക്കെ ആകുമ്പോൾ 9.5-ലാണ് 9ൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. 3.5 ഇഞ്ച് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്യുന്നു. 6 ഇഞ്ചിൽ താഴേക്ക് ഒരു 13-ലാണ് നമ്മുടെ വേസ്റ്റ് ലൈ ചെയ്യുന്നത്. ഒരു ഐഡിയ തരാനായിട്ടാണ് 13-ലാണ് നമ്മുടെ വേസ്റ്റ് ലൈ ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് വശത്തുമായിട്ട് ഒരു ചെറിയ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലെവൽ എടുത്തിരിക്കുന്നത്. ഒരു 9-9.5 നിന്ന് ഒരു 15 ഇഞ്ച് വരെയൊക്കെ ചെറിയ ടക്ക് ഇട്ടാൽ മതിയാവും. ഒരു 4 ഇഞ്ച് രണ്ട് സൈഡ് മാർക്ക് ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ അയൺ ചെയ്തിട്ട് എൻ്റെ റൈറ്റ് സൈഡ് കാണിച്ചു തരാമേ. ഇനി നമുക്കുള്ള പണി കോളർ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അയൺ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്, ഫ്രണ്ട് ഇങ്ങനെ ജസ്റ്റ് 1.5 ഇഞ്ചിലാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പതുക്കെ അയൺ ചെയ്തതാണ്. ഇനി നമുക്ക് കോളറിൻ്റെ കട്ടിങ് നോക്കാവേ. കോളർ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്ലാപ്പ് വന്നിട്ടുണ്ടല്ലോ, അത് തുടങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന പൊസിഷൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് ലെങ്ത് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ കേസിൽ ഇതിപ്പോൾ ഒരു 14 ഇഞ്ചാണ് വരുന്നത്. നടുക്കൊന്ന് ബാക്കിൻ്റെ സെൻറ്ററിൽ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചേക്കാം. ഒന്ന് പകുതി എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 14 ഇഞ്ചാണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു 9 ഇഞ്ചസിൽ ഓൺ ഫോൾഡ് ആണ് കേട്ടോ. ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ക്യാൻവാസ് ഞാൻ എടുത്തിട്ടുണ്ട്. 9 ഇഞ്ച് വീതിയും ഒരു 4 ഇഞ്ച് 4.5 ഇഞ്ച് വീതിയും ഒരു 9 ഇഞ്ച് നീളമുള്ള ഒരു പേപ്പർ ക്യാൻവാസ് ഞാൻ റാൻഡമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ കോളർ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് മേളിലൊരു കറക്റ്റ് മാർക്ക് ചെയ്ത് നിർത്താം നമുക്ക്. അതിനുശേഷം ഒരു 3.5 ഇഞ്ച് കേട്ടോ, 3.5 ഇഞ്ച് വീതി. അത് നമ്മൾ എടുക്കാൻ നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് നമ്മുടെ നെക്കിൻ്റെ ഡീപ്പ് എത്രയാണോ എടുത്തത് ആ ഒരു അളവ് മതിയാവും ഈ ഓൺ ഫോൾഡ് സൈഡിൽ ഇതിൻ്റെ എടുക്കാൻ കേട്ടോ. ഉദ്ദേശം 3.5 ഇഞ്ച്. അത് എത്രയാണോ എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ട് അറ്റത്തൊരു ലൈൻ മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഈ ഒരു ലൈനിൽ നമുക്ക് 14 ഇഞ്ചാണല്ലോ വേണ്ടത്. 14 ഇഞ്ചിൽ ഒരു 7 നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു അരയിഞ്ച് താത്തിയിട്ട് കേവ് ജസ്റ്റ് ഒരു ചെറിയ കേവ് പോലെ കൊടുക്കാം. ഈ ഒരു ലൈൻ നേരെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെ പുറത്തേക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ കോളറിൻ്റെ ഷേപ്പ് വരുന്നത്. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ കോളറിൻ്റെ ഈ ഫ്ലാപ്പ് കഴിഞ്ഞിട്ടുള്ള വശം നമുക്ക് തയ്ക്കാനുള്ള ഒരു വശം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നു. ഓൺ ഫോൾഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 ഇഞ്ചസ് ആണ്. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 ഇഞ്ചസ് ആണ്. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 7 ഇഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 ഇഞ്ചും കൂടി കൂട്ടി ഒരു 9 ഇഞ്ച് വീതിയിലും ഒരു 4.5 ഇഞ്ച് നീളത്തിലുമാണ് നമ്മൾ ഈ പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഒരു 4 ഇഞ്ച് വെച്ചിട്ട് നമ്മളൊരു ബോർഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് നമ്മളൊരു 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 3.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് അളവാണ്. അത് നമ്മുടെ നെക്കിൻ്റെ ഡീപ്പ് എത്രയാണോ എടുത്തിരിക്കുന്നത് ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കുട്ടിക്ക് ഇപ്പോൾ 3.6 ആണുള്ളത്. അപ്പോൾ ഒരു 3.5 വെച്ചിട്ട് ഞാൻ ഡീപ്പ് എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ട് ഒരു 2 ഇഞ്ചിൽ ഈ സൈഡിൽ ഒരു മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഇതുകൾ തമ്മിൽ ഒരു 7 ഇഞ്ചിൻ്റെ നമുക്ക് കോളറിൻ്റെ ലെങ്ത്ത് വേണ്ടത് 14 ആണല്ലോ, അതിൻ്റെ പകുതി 7. ആ 7ലാണ് നമ്മളിവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ. 2 ഇഞ്ച് മാർക്ക് ചെയ്തത് അത് വെച്ചിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നു. എന്നിട്ട് അതിനെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തുടങ്ങി 3/4 ഇഞ്ച് വരെ പുറത്തേക്ക് മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കോളർ. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ സ്റ്റിച്ച് ചെയ്യാനുള്ള പീസിൽ അയൺ ചെയ്ത് കൊണ്ടുവരാം. പീസ് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരുന്ന 2 പീസ് വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ, ഫ്രണ്ടിനും ബാക്കിനും. അപ്പോൾ നമ്മുടെ സ്പ്രേ ഒട്ടിച്ച വശം ജസ്റ്റ് താഴെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഈ ഒരു പീസ് വേറെ മറ്റേ അപ്പുറത്തുള്ള പീസില്ലേ ഒന്നും താഴെ വെച്ചിട്ട് നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. പൊസിഷൻ കറക്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ വെച്ച് സെക്യൂർ ചെയ്യാം. ഇത് കൂടാതെ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എക്സ്ട്രാ ഉള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇവിടെയും കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ മറിച്ചടിക്കുമ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പുറത്തടിച്ചാൽ മതി കേട്ടോ. അറ്റമൊക്കെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ടേൺ ചെയ്തെടുക്കാം. നമ്മുടെ കോളർ പീസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പുറത്ത് വശത്തുനിന്ന് അറ്റാച്ച് ചെയ്ത് തുടങ്ങാം. ഞാൻ നോർമലി ഇത് നടുക്കുന്നാണ് അറ്റാച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇതാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പിൻ ചെയ്ത് വയ്ക്കാം. ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെയാണ്, ചെയ്ത് തുടങ്ങാം. ഒരു 1/4 ഇഞ്ച് സീം അലവൻസിലാണ് നമ്മളിത് അടിക്കുന്നത്. കോളറൊക്കെ അറ്റാച്ച് ചെയ്യാൻ അത്ര മതിയാവും, എന്നാലേ കറക്റ്റായിട്ടൊക്കെ നമുക്ക് മറിഞ്ഞ് കിട്ടുള്ളൂ. ചെയ്ത പോലെ തന്നെ നമുക്ക് മറ്റേ എൻഡിൽ നിന്നും തുടങ്ങാം. ഇനി ഒന്ന് അയൺ ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്ക് ഇതിവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ കോളർ ക്രോപ്പ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഷർട്ട് കോളർ ക്രോപ്പ് ടോപ്പിൻ്റെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഒന്ന് നമ്മുടെ ഈ മെഷർമെൻറ്റ്സ് ഒന്ന് ഫോളോ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പാറ്റേൺ ആണ്. കറക്റ്റ് മെഷർമെൻറ്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെപ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബൊട്ടീക്കിൽ ചെയ്ത് കൊടുക്കാറുള്ളത്. കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ കുർത്തീസിലൊക്കെ ആണെങ്കിലും ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.